എന്താടോ പതിവില്ലാതെ ഈ വഴിക്ക് ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയട്ടെ. അഖിൽ മാനർ ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലക്ഷ്മിക്ക് ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് റിയാസിന്റെ ഗെയിം അങ്ങനെ വന്നിട്ടുള്ളത്. അഖിൽ മാനർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂവി ഫ്ലോപ്പ് ആയതല്ലേ ഇപ്പൊ എന്തെങ്കിലും ചെയ്യണ്ടേ? കള്ള പന്നി അടിച്ചാന്റെ സിൽവർ ഞാൻ നടക്കും. നമ്മുടെ റിയാസ് ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ആയിട്ടുണ്ട്. റിയാസിന്റെ സ്വതസിദ്ധമായ രീതിയിൽ റിയാസ് ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്തിട്ട് അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ എന്ന് പറഞ്ഞ നാട് നന്നാക്കി എടുക്കേണ്ട. എന്റെ സീസണിൽ വന്ന സമയത്ത് നീ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, പുറത്തുള്ള കുറച്ച് കൃമികൾ എന്ന് പറഞ്ഞ് നീ സംസാരിച്ചു. ഒരു മൈക്ക് കൂടെ വാങ്ങിച്ചു തരാം, നാട് മുഴുവൻ വിളിച്ചു പോകും. അവരെയൊക്കെ നമ്മൾ തള്ളി പറയുന്നത് അത് ആണായതുകൊണ്ടോ പെണ്ണായതുകൊണ്ടോ അല്ല, അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. പുറത്തുള്ള കുറെ ലൂസേഴ്സിന്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ലക്ഷ്മി ഇങ്ങനെ സംസാരിക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞു. സീസൺ 5 വന്നപ്പോഴത്തേക്ക് പറഞ്ഞു പുറത്തുള്ള കുറച്ച് കൃമികളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. എല്ലില്ലാത്ത നാക്കല്ലേ, ആർക്കെന്താ പറഞ്ഞുകൂടാത്തത്? അപ്പൊ ഈ പുറത്ത് നോർമലായിട്ട് ജീവിക്കുന്ന നിന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടുന്ന ആൾക്കാരൊക്കെ പരാജയപ്പെട്ടവരും കൃമികളുടെ കൂട്ടത്തിൽപ്പെടുന്നവരാണോ? നീ എന്നോട് എടുക്കാതെ, നീ ഇവിടുത്തെ വലിയ ചട്ടമ്പേട് നോക്കില്ല. സത്യം പറഞ്ഞാൽ ആർക്കും പിടിക്കില്ല, അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്. റിയാസ് വന്ന് കേറുമ്പോൾ തന്നെ ലക്ഷ്മി ജയിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ കഴിഞ്ഞതാണ് റിയാസിന്റെ പരാജയമെന്ന് കുറഞ്ഞ പക്ഷം റിയാസ് മനസ്സിലാക്കിയിരിക്കുക. എന്റെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു കഴിഞ്ഞു. ഇപ്പം അതായത് ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ കയറി വരികയും ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് എതിരെ പറയുന്നു എന്നൊരാൾക്ക് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആത്യന്തികമായിട്ട് നീ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് നീ സ്വയം തിരിച്ചറിയുക. പരിധിക്കപ്പുറം ഓവറാണെന്ന് റിയാസിന്റെ എല്ലാ പെരുമാറ്റവും റിയാസ് മനസ്സിലാക്കിയാൽ റിയാസിന്റെ കമ്മ്യൂണിറ്റിയോടുള്ള ആൾക്കാരുടെ വിരോധം കുറയും. അങ്ങനെ വരട്ടെ, എനിക്ക് ഇപ്പൊ എന്നോട് കുറച്ച് മതിപ്പൊക്കെ തോന്നുന്നുണ്ട്. ചുമ്മാ ഇരിക്കും മാഷേ, ഇതൊന്നും കണ്ടാ ഞാൻ പതറില്ല. പക്ഷെ മാഷേ കരടിയെ പേടിച്ച് പുലിമലയെ ചെന്ന് കയറിയ പോലെ ആവരുത്.